നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. യുദ്ധമേഖലയിൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ധന പ്രതിസന്ധിയുടെ സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യമന്ത്രി. പ്രസ്താവനയല്ല, ചർച്ചയാണ് വേണ്ടതെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ 3 മണിവരെ നിർത്തിവെച്ചു. അന്തരിച്ച KP ഉണ്ണികൃഷ്ണന് ആദരാഞ്ജലി അർപ്പിച്ച് ലോക്സഭ. സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയം സഭ പരിഗണിക്കും. എണ്ണവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. ക്രൂഡ് ഓയിൽ ബാരലിന് $114. പശ്ചിമേഷ്യൻ സംഘർഷത്തിലിടിഞ്ഞ് ഇന്ത്യൻ വിപണി. സെൻസെക്സിലും നിഫ്റ്റിയിലും ഇടിവ്. നിഫ്റ്റി ബ്രേക്കിംഗ് പോയിന്റായ 24,000-ന് താഴെ. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം 46 പൈസ കുറഞ്ഞ് സർവകാല തകർച്ചയിൽ. സ്വർണ്ണവില പവന് 1,440 രൂപ കുറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. സൗദിയിൽ ഷെയ്ബ ഓയിൽ ഫീൽഡിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം തടഞ്ഞ് സൗദി പ്രതിരോധ സേന. ബെർലിലെ സിത്രയിൽ ഇറാൻ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റവരിൽ കുട്ടികളും. മുജ്തബ ഖമനിക്ക് പരമോന്നത നേതാവായി പ്രഖ്യാപിച്ച് ഇറാൻ പണ്ഡിത സഭ. അംഗീകരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. 10ാം ദിവസവും കനത്ത ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും. നാട്ടിക പേയ്മെന്റ് സീറ്റെന്ന് CC മുകുന്ദൻ. CPI വിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കം. മുകുന്ദനുമായി ചർച്ച നടത്തി മുന്നണികൾ. ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി നൽകുമെന്ന് ഗീതാ ഗോപി. മുകുന്ദനെ ഫോണിൽ വിളിച്ച വാർത്ത തള്ളാതെ KC വേണുഗോപാൽ. മുകുന്ദനെ ശത്രുവായി കാണില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റുമായി കോൺഗ്രസ് BJP നേതാക്കൾ ഇന്ന് ഡൽഹിയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മരണം 4 ഉഴമരയ്ക്കൽ സ്വദേശികളായ ശ്രീലായ്, ബിനോയ്, രാജേഷ് എന്നിവർക്ക് പിന്നാലെ ചികിത്സയിലിരുന്ന അഭിനവും മരിച്ചു. അമിത വേഗത അപകട കാരണം. T20 ലോകകപ്പിൽ മുത്തമിട്ട ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദന പ്രവാഹം. കിരീട നേട്ടത്തിൽ നെടുംതൂണായ സഞ്ജുവിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ. ഔദ്യോഗിക സ്വീകരണം നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ടീം ഇന്ത്യയ്ക്ക് രാജ്യസഭയുടെ അഭിനന്ദനം. പാർലമെന്റ് ബജറ്റ് സമ്മേളനം 2ാം ഘട്ടത്തിൽ ആദ്യ ദിനം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം. പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഊർജ്ജ പ്രതിസന്ധിയിലും ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. പ്രധാനമന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തി. 1 കോടിയോളം ഇന്ത്യൻ പൗരന്മാർ ഗൾഫ് രാജ്യങ്ങളിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. The Indian consumer has and will always be the overriding priority. Where required, Indian diplomacy has supported the endeavors of our energy enterprises in this volatile situation. Honorable Chairman, sir, let me conclude by highlighting the 3 guiding factors of our approach. 1. India is in favor of peace and urges a return to dialogue and diplomacy. We advocate de-escalation, restraint, and ensuring the safety of civilians. 2. The well-being and security of the Indian community in the region is our priority. We will continue to work with the governments of the region towards that end. And 3, our national interest, including energy security and trade flows, will always be paramount. I'm confident, sir, that the government has the full support of this august House on this matter. I thank you. ഇറാൻ യുദ്ധം തീവ്രമായതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 47 പൈസ ഇടിഞ്ഞ് 92.21 എന്ന നിലയിലെത്തി. ഓഹരി വിപണിയിലും ഇടിവുണ്ടായി. ഇറാൻ സംഘർഷം തീവ്രമായതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ഈ മാസം മാത്രം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 25% വർധനവുണ്ടായി. നിലവിൽ ബാരലിന് $114 മുകളിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന് 85% ഇറക്കുമതി ചെയ്യുന്നതിനാൽ എണ്ണവില വർദ്ധിക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പം കൂടാനും ഗതാഗത ചെലവുകൾ വർദ്ധിക്കാനും ഇടയാക്കും. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 46 പൈസയാണ് ഇടിഞ്ഞത്. ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇടിവാണ്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 700 പോയിന്റ് താഴ്ന്ന് ബ്രേക്കിംഗ് പോയിന്റായ 24,000-ലും താഴെ എത്തിയത് വിപണിയെ ആശങ്കയിലാക്കി. സ്വർണ്ണവിലയിലും ഇടിവാണ്. പവന് 1,440 രൂപ കുറഞ്ഞ് 1,18,560 രൂപയ്ക്കാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
സൗദി അറേബ്യയുടെ അൽ ജെയ്ഫ് മേഖലയുടെ കിഴക്ക് ഭാഗം ലക്ഷ്യമാക്കിയും മറ്റ് വിവിധ ഭാഗങ്ങൾ ലക്ഷ്യമാക്കിയും ശത്രുക്കൾ നടത്തിയ വൻതോതിലുള്ള ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ നീക്കങ്ങളെ സൗദി പ്രതിരോധ സേന പരാജയപ്പെടുത്തി. റിയാദിലും എണ്ണപ്പാടങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളും മിസൈലുകളുമാണ് വ്യോമസേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തത്. അതേസമയം സൗദിയിലേക്കുള്ള ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരനും ബംഗ്ലാദേശിയും മരിച്ചു എന്ന് സൗദി ഡിഫൻസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ത്യക്കാരന് പരിക്കേൽക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. മരിച്ചവരിൽ 2 പേർ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ്. UAEക്ക് നേരെ ഇന്നും ഇറാൻ ആക്രമണം ശക്തമാക്കി. ബഹ്റൈനിൽ സിത്ര ഏരിയയിൽ ഇറാൻ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റവരിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. UAEയിൽ ഫുജേറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെയും വീണ്ടും ആക്രമണ ശ്രമമുണ്ടായി. ഇത് 2ാം തവണയാണ് ഫുജേറീസ് ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിന് നേരെ ഇറാൻ ആക്രമണ ശ്രമം നടത്തുന്നത്. പരിക്കേറ്റ എല്ലാവരും ബഹ്റൈൻ സ്വദേശികളാണ്. മുജ്തബ ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവ്. തീരുമാനം പരമോന്നത നേതാവിനെ നിശ്ചയിക്കാൻ അധികാരമുള്ള 88 അംഗ വിദഗ്ധ സമിതിയുടേത്. അയത്തുള്ള അലി ഖമനേയിയുടെ 2ാമത്തെ മകനാണ് മുജ്തബ ഖമനേയി. സൈന്യത്തിന് മേലുള്ള അധികാരം മുതൽ വിദേശ നയം വരെയുള്ള എല്ലാ നിർണായക മേഖലകളിലും അന്തിമ വാക്ക് ഇനി മുജ്തബയുടേതായിരിക്കും. വോട്ടെടുപ്പിലൂടെയാണ് മുജ്തബയെ പിൻഗാമിയായി നിശ്ചയിച്ചത്. ഇറാനിയൻ ഭരണഘടന പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയാണ് പരമോന്നത നേതാവിൻ്റേത്. വർഷങ്ങളായി ഇറാന്റെ ഭരണകാര്യങ്ങളിൽ പിന്നിൽ നിന്ന് നിർണായക സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് മുജ്തബ. ഇറാനിലെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി അടുത്ത ബന്ധമുണ്ട് മുജ്തബയ്ക്ക്. ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ആദ്യമായാണ് അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറുന്നത്. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കുടുംബവാഴ്ചയ്ക്കെതിരെ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. മുജ്തബയുടെ തീവ്ര നിലപാടുകൾ പാശ്ചാത്യ രാജ്യങ്ങളുമായും ഇസ്രായേലുമായുള്ള ഇറാന്റെ ബന്ധം കൂടുതൽ വഷളാക്കും. മുജ്തബ ഖമനേയി സ്വീകാര്യനല്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഖമനേയിയുടെ പിൻഗാമിയായി വരുന്നവരെയും അവരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങളെയും വേട്ടയാടുമെന്ന് ഇസ്രായേൽ സൈന്യവും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. പാർലമെന്റ് ബജറ്റ് സമ്മേളനം 2ാം ഘട്ടത്തിന്റെ ആദ്യ ദിനം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം. പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഊർജ്ജ പ്രതിസന്ധിയിലും ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതേസമയം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തി. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, പ്രധാനമായും 2 കാര്യങ്ങളാണല്ലോ പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ പ്രസ്താവനയല്ല സഭയിൽ വേണ്ടത്, ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഭരണപക്ഷം അത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിപക്ഷ ബഹളമുണ്ടാകുന്നു, പ്രതിഷേധമുണ്ടാകുന്നു. വിശദാംശങ്ങൾ. രാജേഷ്, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ച ആദ്യ ദിനം തന്നെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ ബഹളമാണ്, പ്രതിപക്ഷ പ്രതിഷേധമാണ് കാണാൻ സാധിച്ചത്. രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ നിലവിൽ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടും ഊർജ്ജ പ്രതിസന്ധി, ഗ്യാസ് വില വർധനവ് തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സഭയ്ക്കകത്ത് നടുത്തളത്തിലിറങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധവും ഒപ്പം പാർലമെന്റിന്റെ കവാടത്തിനു മുൻപിൽ പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധവും ഉണ്ടായിട്ടുള്ളത്. അതിനിടയിൽ രാജ്യസഭയിലും ലോക്സഭയിലും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സർക്കാരിന്റെ നിലപാട് വിശദീകരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനമാണ് രാജ്യം ആഗ്രഹിക്കുന്നത്. സമാധാന ചർച്ചകളിലൂടെ, നയതന്ത്ര നീക്കങ്ങളിലൂടെ സമാധാനം ഉറപ്പാക്കണമെന്ന നിലപാട് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അത് വിവിധ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സംസാരിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷമുണ്ടായ ഉടൻ തന്നെ സുരക്ഷാ കാര്യസമിതി യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനോടകം 67,000-ഓളം പൗരന്മാരെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം നടക്കുന്ന, സംഘർഷം നടക്കുന്ന മേഖലകളിൽ നിന്ന് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും തിരിച്ചെത്തിക്കും. അതിന് വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമാന സർവീസുകൾ ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടങ്ങി അതായത് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇറാനിൽ സംഘർഷം തുടരുകയാണ്. ഒരു അമേരിക്കൻ സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 8 ആയി ഉയർന്നു. ബാഗ്ദാദിലെ തെക്കൻ അൽ ഇലാം മേഖലയിൽ
ഡ്രോൺ വീണതിനെ തുടർന്ന് ഒരു വീടിന് തീപിടിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. അതിനിടയിൽ ഇറാൻ വിഷയത്തിൽ പ്രതികരിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചു. നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പരസ്പര ധാരണയോടെ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CC മുകുന്ദൻ. പാർട്ടിയിൽ പണത്തിനാണിപ്പോൾ സ്വാധീനം. ഗീതാഗോപിക്ക് നൽകുന്നത് പേയ്മെൻറ്റ് സീറ്റാണെന്നും സംശയം. ഗീതാഗോപിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴാണ് പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. കോൺഗ്രസും BJPയും തന്നെ സമീപിച്ചിട്ടുണ്ട്. പ്രതിഷേധം ചൂണ്ടിക്കാണിക്കാനാണ് സ്വതന്ത്രനായി മത്സരിക്കുകയെന്നും CC മുകുന്ദൻ തൃശ്ശൂരിൽ പ്രതികരിച്ചു. ധൈര്യമായി നേരിടാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പേരിലാണ് പറഞ്ഞ് ഒരു പ്രതിഷേധം എന്ന നിലയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമല്ല, എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഏത് പാർട്ടിയെയും ഞാൻ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകും. അവരായിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്. അല്ലാത്ത പല പാർട്ടികളും 2 വർഷം മുന്നിലുള്ള പാർട്ടികൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരെ സീറ്റുകളിൽ നമുക്ക് ആലോചിക്കാമെന്ന് എൻ്റെ പാർട്ടി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ലല്ലോ വരെ. ഞാനും 5 വർഷം ഭരിച്ചതാണ്. ഈ ഗീതാഗോപി 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നതാണ്. അതേസമയം CC മുകുന്ദനെ ഫോണിൽ വിളിച്ച വാർത്ത തള്ളാതെ KC വേണുഗോപാൽ MP. നാട്ടികയിൽ പേയ്മെൻറ്റ് സീറ്റ് എന്ന CC മുകുന്ദൻ്റെ ആരോപണം ഗുരുതരമാണ്. CC മുകുന്ദൻ വന്നാൽ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുങ്ങുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക വൈകില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. പാർലമെൻറ്റിൽ ഊർജ്ജ പ്രതിസന്ധി ശക്തമായി ഉയർത്തും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയല്ല, പകരം ചർച്ച വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനെക്കുറിച്ചിട്ട് എനിക്ക് ശരിയായ വിവരമില്ല. അതല്ല, MLA നേരിട്ട് പറയുകയാണ് പേയ്മെന്റ് സീറ്റ് വാങ്ങി CPI ആ സീറ്റ് വിറ്റു എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, അത് മനസ്സിലാക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും എന്താണെന്ന് പരിശോധിക്കട്ടെ. എന്തായാലും വിസ്മയമാവോ? നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടന്നില്ല കാര്യം. ആര് പറഞ്ഞു? നിങ്ങളിങ്ങനെ ഓരോ റൂമേഴ്സ് പറയുന്നതിന് ഇപ്പം ഞാൻ എന്ത് ചെയ്യാം? അല്ല, ഈ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് കാണുന്നത്? ഈ ഇലക്ഷൻ സമയമാണ്, പേയ്മെന്റ് സീറ്റ് എന്നാണ്. ഗൗരവതരമാണ്. അത് ശരിയാണെങ്കിൽ ഗൗരവതരമാണ്. നോക്കട്ടെ, അതെന്താണെന്ന് പരിശോധിക്കട്ടെ. CC മുകുന്ദനെ ശത്രുവായി കാണുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുകുന്ദനെ പറയാനുള്ളത് പാർട്ടി കേൾക്കും. ഇത്രയും വർഷം സ്നേഹിച്ച പാർട്ടിയെ മുകുന്ദൻ തള്ളിക്കളയുമെന്ന് കരുതുന്നില്ല. പേയ്മെൻറ്റ് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊട്ടലും ചീറ്റിലൊക്കെ നിങ്ങളുടെ നാവിലേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിലേ ഉള്ളൂ. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല. സഖാവ് മുകുന്ദൻ്റെ പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ മുകുന്ദനെ ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. മുകുന്ദന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും. സഖാവിനെ പോലെ കേൾക്കും. CC മുകുന്ദൻ്റെ പേയ്മെൻറ്റ് സീറ്റ് ആരോപണം തള്ളി P. സന്തോഷ് കുമാർ MP. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായിട്ടില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. മറുപടി പോലും അർഹിക്കാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ പ്രതികരണം ജില്ലാ നേതൃത്വം നൽകുമെന്നും സന്തോഷ് കുമാർ MP പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം യാഥാർത്ഥ്യ ബോധമുള്ള ആർക്കെങ്കിലും ഉന്നയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അതിന് കൃത്യമായ മറുപടി നാട്ടികയിലെ മണ്ഡലം സെക്രട്ടറിയോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരും ഒക്കെ പറയും. അവരാണ് അതിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യരെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടിട്ടില്ല. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാധ്യമങ്ങൾ ധാരാളം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ അന്തിമമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക് ഉണ്ടെന്ന് CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്നറിയാം, എങ്കിലും ഒരു മത്സരത്തിന് തയ്യാറാണ്. സംസ്ഥാനമാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വികാരമുണ്ട്. CC മുകുന്ദൻ്റെ കാര്യത്തിൽ പാർട്ടി വ്യക്തത വരുത്തും. ഒരാൾക്കും ഒരു മണ്ഡലം വേണമെന്ന് വാശി പിടിക്കാനാവില്ല എന്നും E.T. ടൈസൺ തൃശ്ശൂരിൽ പറഞ്ഞു. പ്രാഥമികമായിട്ടുള്ള ഒരു കടമയാണ്, അത് നിർവഹിക്കപ്പെടണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി അവിടെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. മത്സരിക്കാൻ തയ്യാർ. ഈ കയ്പമംഗലം പോലൊരു ഉറച്ച കോട്ടയിൽ നിന്നാണ് താരതമ്യേന പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം, വർഷങ്ങളായി അദ്ദേഹം 25 വർഷമായി MLA ഇരിക്കുന്ന മണ്ഡലത്തിലേക്ക് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. പൂർണ്ണ മനസ്സോടുകൂടിയാണോ പറവൂർക്ക് പോകുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്, നമ്മളെ വ്യക്തിയാധിഷ്ഠിതമല്ല ഈ കാര്യങ്ങൾ. മഞ്ചേശ്വരത്തെ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ ശക്തമായ എതിർപ്പുമായി DYFI. ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഷാനവാസിനെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകി DYFI. UDFനെ സഹായിക്കുന്ന പാർട്ടി നിലപാട് ശരിയല്ല എന്ന് DYFI വ്യക്തമാക്കി.
T20 ലോകകപ്പിൽ മുത്തമിട്ട ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദന പ്രവാഹം. കിരീട നേട്ടത്തിൽ ഇന്ത്യയുടെ നെടുന്തൂണായ സഞ്ജു സാംസന് സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. തിരുവനന്തപുരത്തായിരിക്കും സ്വീകരണം നൽകുക. T20 ലോകകപ്പിലെ ചരിത്ര വിജയത്തിലൂടെ ലോക കിരീടം നിലനിർത്തിയ ഇന്ത്യൻ ടീമിന് നിലയ്ക്കാത്ത അഭിനന്ദന പ്രവാഹമാണ്. ഇന്ത്യൻ ടീമിന്റെ അസാമാന്യമായ കഴിവും നിശ്ചയദാർഢ്യവും ഒത്തൊരുമയുമാണ് വിജയത്തിന് പിന്നിലെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഫൈനലിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജു സാംസണെയും ജസ്പ്രീത് ബുംറയെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രത്യേകം അഭിനന്ദിച്ചു. പരിശീലകൻ ഗൗതം ഗംഭീറിനും ഇത് അഭിമാന മുഹൂർത്തമാണ്. ഗംഭീറിന്റെ ടീം തെരഞ്ഞെടുപ്പിനെയും തന്ത്രങ്ങളെയും വിമർശിച്ചവർക്കുള്ള മറുപടി കൂടിയായി ഈ ലോകകപ്പ് നേട്ടം. താരമെന്ന നിലയിൽ 2ഉം പരിശീലകനെന്ന നിലയിൽ 2ഉം ഉൾപ്പെടെ ഗംഭീറിന്റെ 4ാമത്തെ ICC കിരീടമാണിത്. അതേസമയം ലോകകപ്പിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി താരം സഞ്ജുവിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകാനൊരുങ്ങുകയാണ്. തിരുവനന്തപുരത്തായിരിക്കും സ്വീകരണം നൽകുകയെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 2020 ലോകകപ്പ് ഫൈനലിലും സെമിയിലും വെസ്റ്റ് ഇൻഡീസിനെതിരായ അവസാന സൂപ്പർ 8 മത്സരത്തിലും സഞ്ജുവായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരവും സഞ്ജു തന്നെ. ഈ ലോകകപ്പിൽ മാത്രം 5 മത്സരങ്ങൾ കളിച്ച സഞ്ജു 24 സിക്സറുകളാണ് നേടിയത്. ഇത്രയും സിക്സറുകൾ ഒരു ലോകകപ്പിലും ഒരു താരവും നേടിയിട്ടുമില്ല. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സഞ്ജു ഇതിനോടകം സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. വിരാട് കോഹ്ലിയുടെ 12 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് സഞ്ജു മറികടന്നത്. 5 മത്സരങ്ങളിൽ നിന്നും 321 റൺസാണ് സഞ്ജു നേടിയത്. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരങ്ങളിൽ 1ാമതാണ് സഞ്ജു. ലോകകപ്പിലെ മികച്ച പ്രകടനത്തോടെ ടീമിലെ തന്റെ സ്ഥിര സാന്നിധ്യം ഊട്ടിയുറപ്പിക്കുകയാണ് മലയാളിയുടെ അഭിമാനമായ സഞ്ജു സാംസൺ. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. നെടുമങ്ങാട് ആര്യനാട് റോഡിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മരണം 4ആയി. ഉഴമലിക്കൽ സ്വദേശികളായ ശ്രീലാൽ, ബിനോയ്, രാജേഷ് എന്നിവർക്ക് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അഭിനവും മരിച്ചു. ഇതിൽ ശ്രീലാൽ കാപ്പ കേസിലെ പ്രതിയാണ്. കുളപ്പട ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപം രാത്രി 10:45 അപകടം. അമിത വേഗത്തിലെത്തിയ ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും 3 പേരും മരിച്ചിരുന്നു. 2 പേർ സംഭവ സ്ഥലത്തും ഒരാൾ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലുമാണ് മരിച്ചത്. മൃതദേഹങ്ങൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണം തുടരന്വേഷണ ഹർജിയിൽ വിധി. ഈ മാസം 12-ന് പോലീസ് അന്വേഷണത്തിൽ പിഴവുകൾ കാണിച്ച് ഭാര്യ മഞ്ജുഷയാണ് തുടരന്വേഷണം ആവശ്യപ്പെട്ടത്. പക്ഷാപാതപരമായാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചതെന്നാണ് ഹർജിയിലെ ആരോപണം. അന്വേഷണ മേൽനോട്ടം വഹിച്ച ACP TK രത്നകുമാർ വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് കുറ്റപത്രം സമർപ്പിച്ചതും വിരമിച്ച ശേഷം ശ്രീകണ്ഠപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചതും സംശയത്തിന് ഇട നൽകുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയാണ് കേസിലെ പ്രതി. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. കോട്ടയം പൊൻകുന്നത്ത് ദമ്പതികളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ മാന്നർ സ്വദേശികളായ സാജൻ, അനീഷ എന്നിവരാണ് മരിച്ചത്. പൊൻകുന്നം തോണിപ്പാറയിലെ വീടിൻ്റെ 2ാം നിലയിൽ രക്തം വാർന്ന നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവരുടെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും കുട്ടി സുരക്ഷിതമാണെന്ന് പോലീസ് അറിയിച്ചു. 19-ാം മൈലിൽ നിന്നും അടുത്തിടയിലാണ് ദമ്പതികൾ ഇവിടെ താമസത്തിനെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി സൂചനയുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ CBIക്കെതിരായ പരാമർശങ്ങൾ സ്റ്റേ ചെയ്ത് ഡൽഹി ഹൈക്കോടതി. വിചാരണ കോടതി വിധിയിലെ പരാമർശങ്ങൾക്കാണ് സ്റ്റേ. CBI ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കേസ് ഈ മാസം 16-ന് വീണ്ടും പരിഗണിക്കും. CBI ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പ് തല നടപടികളും ഡൽഹി ഹൈക്കോടതി തടഞ്ഞു. ED കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കാനും നിർദ്ദേശമുണ്ട്. മലപ്പുറത്ത് അംഗനവാടിയിൽ മൂർഖൻ. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തോട്ടപ്പൊയിൽ അംഗനവാടിയിലെ അടുക്കളയ്ക്ക് സമീപത്ത് നിന്നാണ് പിടികൂടിയത്. എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ടീമാണ് പാമ്പിനെ പിടികൂടിയത്. കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടി പാത്രം എടുക്കുന്നതിനിടയിലാണ് പാമ്പിനെ കണ്ടത്. പത്തനംതിട്ട ഇലന്തൂരിലെ നരബലി കേസിൽ വിചാരണ നടപടികൾ തുടങ്ങി. തമിഴ്നാട് ധർമ്മപുരം സ്വദേശിനി പത്മയെ കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 5-ലാണ് വിചാരണ ആരംഭിച്ചത്. കേസിലെ 1-ാം സാക്ഷിയുടെ വിസ്താരമാണ് ആരംഭിച്ചിട്ടുള്ളത്. കാലടിയിൽ താമസിച്ചിരുന്ന വടക്കഞ്ചേരി സ്വദേശിനി റോസിലിയുടെ കൊലപാതക കേസിലെ വിചാരണ അടുത്ത ആഴ്ചയും തുടങ്ങും. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി, ആയുർവേദ ചികിത്സകൻ ഭവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് പ്രതികൾ. കൊലപാതകം, ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, മോഷണം, മൃതദേഹത്തോട് അനാദരവ് എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.
തൃശൂർ കോടഞ്ചേരി പഞ്ചായത്തിലെ കുണ്ടുകുഴി പാടത്തെ അനധികൃത തെരുവുനായ സംരക്ഷണ കേന്ദ്രം പൊതുജനങ്ങൾക്ക് ശല്യമെന്ന് പരാതി. ഈ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്ത് വന്നു. ഏകദേശം 40ഓളം തെരുവു നായകളെയാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിന് ലൈസൻസോ മറ്റ് അനുമതികളോ ഇല്ലെന്നാണ് പരാതി. നായ്ക്കളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നിന്നുള്ള ദുർഗന്ധവും മാലിന്യങ്ങളുമാണ് പരിസരവാസികൾക്ക് ദുരിതമായി മാറുന്നത്. കോഴികളുടെയും മറ്റ് മാംസത്തിന്റെയും അവശിഷ്ടങ്ങളും മലിനജലവും ദുർഗന്ധവും കാരണം നിരവധി പേർ ശ്വാസമുട്ടലടക്കമുള്ള രോഗങ്ങളുടെ പിടിയിലായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മുഖ്യമന്ത്രിക്കും കളക്ടർക്കുമൊക്കെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 3 പട്ടിയൊക്കെ ഉള്ള വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 10-42 പട്ടിയൊക്കെ ഒരു വീട്ടില് നടത്തി നാട്ടുകാർക്ക് ദ്രോഹമായിട്ട് പഞ്ചായത്തിൽ ഇവര് പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്താണ്. അതായത് ഇത് ഇവിടുന്ന് ഒഴിപ്പിക്കണം. ഇവിടെ ജനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര ആൾക്കാർ കൂടിയില്ലേ, ഇതിനും കൂടുതൽ ആൾക്കാർ കൂടും. ഇത് പണ്ടറ മുഴുവൻ തല്ലി പൊളിച്ച് കാട്ടികളയും. അതാണ് ഇവിടെ ജനങ്ങൾ ഇനി പറയാൻ പോണത്. കാരണം നിയമവശത്തില് എല്ലാ കാര്യങ്ങളും നോക്കി ജില്ലാ കളക്ടർ അടുത്ത് വരെ പോയി. ഇവരൊക്കെ ഒരു സ്ത്രീ രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന ഒരു സ്ത്രീ രാവിലെ തുടങ്ങി ജില്ലാ കളക്ടറുടെ അടുത്ത് പോകണം. അവര് വീട്ടിൽ അരി മേടിക്കേണ്ടതാണത്. അങ്ങനെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരാളുടെ ബോധക്കുറവ് മൂലം നമ്മുടെ നാട് മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക. തെക്കുംകര കിഴക്കേത്തുകൂടി ജയശ്രീയുടെ സ്ഥലത്താണ് സംരക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നായ്ക്കളുടെ കുരയും മറ്റും കാരണം സമീപത്തെ ക്ഷേത്ര ചടങ്ങുകൾക്ക് വരെ തടസ്സം നേരിടുന്നതായും പരാതിയുണ്ട്. സംഭവത്തിൽ പരസ്യ പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് കൊയ്യേരി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിൽ സംഘർഷം. ക്ഷേത്ര ഉത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. സംഭവത്തിൽ ആർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട പരാതി വരികയോ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. കിഴക്കമ്പലത്ത് വീടിന് മുകളിലേക്ക് മറിഞ്ഞ കാറിൽ നിന്നും ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെടുത്തു. കിഴക്കമ്പലം ഊരക്കാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലുള്ള വീടിന് മുകളിലേക്ക് വീണത്. ഇന്നലെ രാത്രിയിലാണ് മുരിങ്ങനാട്ട് സ്വദേശി ജയൻ്റെ വീട്ടിലേക്ക് റോഡിൽ നിന്നും 12 അടിയോളം താഴ്ചയിലേക്ക് കാർ മറിഞ്ഞത്. കഞ്ചാവ് പൊതികൾ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ കാറിലുണ്ടായിരുന്ന യുവാക്കളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. പരിക്കേറ്റ മറ്റൊരു യുവാവിനെ പോലീസ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് കടത്താനാണോ അതോ ഉപയോഗിക്കാനാണോ സംഘം ലക്ഷ്യമിട്ടതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ N. വിജയകുമാറിന് ജാമ്യമില്ല. ജാമ്യ ഹർജികളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമാണ് വിജയകുമാർ. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി നൽകിയത്. കേസിൽ 8 പ്രതികൾ ഇതിനോടകം ജാമ്യം നേടി ജയിൽ മോചിതരായി. ഇതിൽ 6 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ്. റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ്റെ ജാമ്യ ഹർജിയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വിശദമായ വാദം കേൾക്കും. അതേസമയം പങ്കജ് ഭണ്ഡാരി ചെന്നൈയിൽ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ മെഡിക്കൽ റിപ്പോർട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം. അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി മെട്രോമാൻ E. ശ്രീധരൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും പദ്ധതിയുടെ നേട്ടങ്ങൾ അറിയിക്കാനുമായി ആദ്യ ജനസമ്പർക്ക പരിപാടി മലപ്പുറത്ത് നടന്നു. അതിന് 20 സ്റ്റേഷനുകൾ കണ്ണൂരും തിരുവനന്തപുരം ആൻഡ് സ്റ്റേഷൻ കൂട്ടിയിട്ടാണ് 20 സ്റ്റേഷൻസ് ഉള്ളത്. സ്റ്റേഷൻസ് ഏകദേശം ഒരു 20 മുതൽ 30 കിലോമീറ്റർ ഇടയിലാണ്. ആവറേജ് അബൌട്ട് 24 കിലോമീറ്റേഴ്സായും സ്റ്റേഷൻ ടു സ്റ്റേഷൻ ഡിസ്റ്റൻസ്. സാധാരണ ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞാൽ അത് 200 കിലോമീറ്റർ സ്പീഡ് ആൻഡ് അബൌവ് അങ്ങനെ ഒരു ട്രെയിൻസിനാണ് ഹൈ സ്പീഡ് എന്ന് പറയുന്നത്. ഇതോടുകൂടി ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.